2029 ഇലക്ഷനിലേക്ക് നോക്കിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് ആഗ്രഹിച്ച് തന്നെ നടക്കുന്ന ഒരാളായിട്ടാണ്, ഒരു നേതാവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൽ തെറ്റൊന്നും പറയാനുമില്ല. പക്ഷേ മൂന്നാമത്തെ ടേമാണ് ഇപ്പോൾ മോദി ഭരിക്കുന്നത്. ഇപ്പോൾ മോദിക്ക് ശേഷം ആരെ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് BJPക്ക് കൃത്യമായിട്ടുള്ള പ്ലാൻ ഉണ്ട് എന്നുള്ളത് നമ്മൾ കേൾക്കാറുള്ളതാണ്. ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ മോദിയെ മറികടക്കാനായിട്ട് രാഹുൽ ഗാന്ധിക്ക് സാധിക്കുമോ, അതോ അവിടെ കൂടി പാളി പോകുമോ? ഇടയ്ക്കിടയ്ക്ക് പ്രിയങ്ക ഗാന്ധിയുടെ പേരും രാഹുൽ അത്ര പോരാ, പ്രിയങ്ക വരട്ടെ എന്നുള്ള വാർത്തകളും റിപ്പോർട്ടുകളും ഒക്കെ നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. എന്താണ് സംഭവിക്കുക? ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് പ്രജിത അറിയേണ്ടത് കഴിഞ്ഞ തവണ ടെലഗ്രാഫിലും അതിനുശേഷം ടെലഗ്രാഫിൽ കൊടുത്തിട്ടുള്ള ഒരു ആർട്ടിക്കലിന്റെ അടിസ്ഥാനത്തിൽ രാമചന്ദ്ര ഗുഹ എന്ന് പറയുന്ന ഇന്ത്യയിലെ പ്രമുഖനായിട്ടുള്ള ചരിത്രകാരൻ, അദ്ദേഹം എന്നും BJPക്ക് എതിരായിട്ടുള്ള BJP ഐഡിയോളജിക്കെതിരായി നിലപാടെടുക്കുന്ന ഒരാളാണ്, അതിലൊന്നും സംശയമില്ല. പക്ഷെ വ്യത്യസ്തമായിട്ടുള്ള നിരീക്ഷണങ്ങൾ നടത്തുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ടെലഗ്രാഫിൽ ആർട്ടിക്കിൾ എഴുതുകയും പിന്നീട് അതിൻ്റെ ബേസിസിൽ കരൺ താപ്പർ ഒരു ഇൻ്റർവ്യൂ ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇന്ത്യ മുഴുവൻ ഇത് ഏതാണ്ട് ചർച്ചാ വിഷയമാണ്. ആ ചർച്ചാ വിഷയത്തിൽ രാഹുലാണോ മോദിയാണോ നല്ലത് എന്നുള്ളതാണ് ഒരു ചോദ്യമുള്ളത്. അതിൽ രാമേന്ദ്ര ഗുഹ തന്നെ പറയുന്നത് ഇതൊരു വലിയ സംവാദമായിരുന്നു കഴിഞ്ഞ ആഴ്ച. അതിൽ രാമേന്ദ്ര ഗുഹ പറയുന്നത് ഇപ്പോൾ ഒരു ഗൾഫിലൊരു പ്രശ്നം വരുന്നു, അല്ലെങ്കിൽ ചൈന ഇന്ത്യ ആക്രമിക്കുന്നു, ഇതൊക്കെ ആര് നേരിടും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നേരിടാനുള്ള യാതൊരു എക്സ്പീരിയൻസും രാഹുൽ ഗാന്ധിക്കില്ല. പകരം അതൊക്കെ കുറച്ചുകൂടി ഭംഗിയായി നരേന്ദ്രമോദി നേരിടും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അതിനെതിരെ അദ്ദേഹത്തിന് എക്സ്പോസ്റ്റിന് താഴെ വന്ന് ശശി തരൂരൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നു. ശശി തരൂർ ഇട്ടൊരു പോസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ബറാഖ് ഹുസൈൻ ഒബാമ അധികാരത്തിലേക്ക് വരുമ്പോൾ ഒരു സെനറ്റർ മാത്രമായിരുന്നു, ഒരു രാജ്യം ഭരിക്കുന്നത് ഒറ്റക്കല്ല, ഇതുപോലെ ആളുകൾ രാജ്യം ഭരിക്കാനായിട്ട് തെരഞ്ഞെടുക്കുമ്പോഴാണ് അത് തെളിയിക്കാൻ കഴിയുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിയെ അനുകൂലിച്ചുകൊണ്ട് തരൂർ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ അതിന് ശേഷം വീണ്ടും രാമേന്ദ്ര ഗുഹ അതിൻ്റെ താഴെ വന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് 13 സംസ്ഥാനങ്ങളിൽ അധികാരത്തിലുണ്ടായിരുന്ന ഒരു പാർട്ടിയെ ഇപ്പോൾ 5ലേക്ക് ചുരുക്കി, 4ലും 5ലേക്ക് ചുരുക്കിയതിന് ശേഷം പിന്നെ ഡയലോഗ് ഇട്ടിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാണ് പുള്ളി പോസ്റ്റ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നിലൊരു ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആ കരൺ താപ്പറുമായിട്ടുള്ള ഇൻ്റർവ്യൂ ഏതാണ്ട് 34 മിനിറ്റ് ഉണ്ട്, ഞാനത് മുഴുവനായിട്ട് കേട്ടു. അപ്പോൾ അതിൽ പറയുന്ന ഒരുപാട് ഫാക്ട്സ് ഉണ്ട്. കാരണം രാഹുൽ ഗാന്ധി പലപ്പോഴും ഒരു കൺസിസ്റ്റൻ്റ് അല്ല, കണ്ടിന്യൂസ് ആയിട്ടൊരു കാര്യത്തിന് വേണ്ടി ശ്രമിക്കുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, രാഹുൽ ഗാന്ധി മോശക്കാരനായിട്ടല്ല, നല്ല ആളാണ്, നല്ല മികച്ച ആളാണെന്നൊക്കെ പറയുന്നത്. പക്ഷേ അത്തരത്തിൽ ഇപ്പോൾ പഴയ കാലത്ത് നമ്മളൊരു AKജിയും അതുപോലെ നെഹ്റുവും ഉണ്ടായിരുന്നത് പോലെ, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം നേരത്തെ മറ്റേ ഇന്ദിരാഗാന്ധിയും ജയപ്രകാശ് നാരായണനും ഒക്കെ ഉണ്ടായിരുന്ന പോലെ ഒരു കാലഘട്ടമില്ലത്. തൊട്ടപ്പുറത്ത് നിൽക്കുന്ന BJP എന്ന് പറയുന്നത് അവർ എന്ത് ചെയ്തും ജയിക്കാൻ തയ്യാറുള്ള ഒരു പാർട്ടിയാണ്. അവർക്ക് എത്തിക്സോ മോറൽ വാല്യൂസോ അങ്ങനെ ഒന്നുമില്ല. അവർ ജയം മാത്രമാണ് അവരുടെ ലക്ഷ്യം. അതിനനുസരിച്ച് നമ്മുടെ മീഡിയകളൊക്കെ മാറിയിട്ടുണ്ടല്ലോ. സാധാരണ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പണം മേടിച്ച ആളുകൾ അപ്പുറത്തേക്ക് കൂറുമാറിയാൽ പണ്ടൊക്കെ അത് തെറ്റായിട്ടാണ് കരുതിയിരുന്നത്. ഇപ്പോൾ പക്ഷേ അത് നമ്മൾ തന്നെ പറയുന്നത് ചാണക്യ തന്ത്രമാണെന്നാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ മാറിയിട്ടുണ്ട്. അപ്പോൾ ആ മാറിയ കാലത്ത് കോൺഗ്രസിനെ ഉത്തേജിപ്പിക്കാൻ കഴിയുന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി എന്നുള്ളത് തോന്നുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞതിനേക്കാൾ കൂടുതൽ എനിക്ക് പറയാനുണ്ട്. ഇപ്പം 2020 കഴിഞ്ഞ തവണ നമുക്കറിയാം, നമ്മൾ വളരെ ആവേശത്തോടുകൂടി കണ്ടാണ് വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻറ്റേഷൻ. അത് ഗംഭീരമായ പ്രസൻറ്റേഷൻ ആയിരുന്നു. 6 മാസത്തോളം പഠിച്ച് ഡീറ്റെയിൽസ് എല്ലാം എടുത്തതിന് നേടിയ പ്രസൻറ്റേഷനാണ്. അതിനുശേഷം ഒരു വെബ്സൈറ്റ് രൂപീകരിക്കുകയും വോട്ട് ചോരിയിലേക്ക് അതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് വോളണ്ടിയേഴ്സിന് തീരുമാനിക്കുകയൊക്കെ ചെയ്തു. ഇപ്പം എന്തായത്? അന്ന് നമുക്കിപ്പോഴും ഓർമ്മയുണ്ട്, 25 ലക്ഷം വോളണ്ടിയേഴ്സ് ഒറ്റടിക്ക് വന്നിരുന്നു. കൂടാതെ നിങ്ങൾ അറിയേണ്ടത്, ആ സമയത്താണ് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ ബാക്കിയുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ഹൈപ്പ് രാഹുൽ ഗാന്ധിക്ക് കിട്ടിയിരുന്നു. ഇപ്പം എന്തായി നമുക്കറിയില്ല. അതുപോലെ അദ്ദേഹം രാമേന്ദ്ര ഗുഹ തന്നെ പറയുന്നത്, ഇന്ന് സോണിയാഗാന്ധി അധികാരം ഏറ്റെടുത്തതിന് ശേഷം നിരവധി സ്ഥലങ്ങളിൽ, അവർ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ നിരവധി സ്ഥലങ്ങളിൽ വിജയമുണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ 2004 വിജയമുണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചോളം അങ്ങനെ വിജയമുണ്ടാക്കാൻ ഒന്നും കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, കോൺഗ്രസ് പാർട്ടി അതപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന്. രണ്ടാമത്തെ കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആകെ ഒരു നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞത് ജോഡോ യാത്ര നടത്തിയതും ജോഡോ യാത്രയെ തുടർന്നുണ്ടായിട്ടുള്ള 2024 ലോക്സഭാ സീറ്റുകളിൽ ഇരട്ടിയിലധികം വർധന ഉണ്ടാക്കാൻ കഴിഞ്ഞത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ അത് ഒഴിച്ചു നിർത്തിയാൽ മറ്റൊരു വിധപ്പെട്ട നേട്ടവും ഉണ്ടാക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പം തന്നെ ഇന്ത്യ മുന്നണി ചിഹ്ന ഭിന്നമായിരിക്കുകയാണ്. അപ്പം അത്തരത്തിൽ പല പ്രശ്നങ്ങളിലും ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ലീഡറായി ഒരു ഹോപ്പ് ഓഫ് ഓപ്പോസിഷനായിട്ട് മാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു വസ്തുതയാണ്.
ഇപ്പൊ കേരളത്തിൽ പോലും അന്ന് അദ്ദേഹം പറയാൻ പാടില്ലാത്ത വർത്താനമാണ് പറഞ്ഞത്. കാരണം CJP-യുമായി BJP-യും അതുപോലെ CPM-ഉമായിട്ട് മുന്നണിയുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ അദ്ദേഹം ലാസ്റ്റ് മീറ്റിംഗിൽ ഇരുന്ന് പറഞ്ഞാണ് അത് ഞാൻ ചുമ്മാ പറഞ്ഞാണ്, അവിടെ ചെന്നപ്പോൾ ആളുകൾ പറഞ്ഞു തന്നുകൊണ്ട് പറഞ്ഞാന്ന് പറഞ്ഞാണ്. അപ്പൊ ഇതൊക്കെ കാര്യഗൗരവം ഇല്ലാതെ ഇപ്പൊ ഇവിടെ വന്ന ആ വാചകം, അത് മാത്രമല്ല അദ്ദേഹം കടത്തി പറഞ്ഞു എന്തുകൊണ്ട് പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞു. യഥാർത്ഥത്തിൽ ഈ പറയുമ്പോൾ ജനത്തിന് പോലും ഇതിന്റെ ഗ്രാവിറ്റി മനസ്സിലാവുന്നില്ല. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്നത് CPM-നൊക്കെ MP-മാർ കുറവാണ്, പക്ഷെ ആ CPM MP-മാരുടെ കൂടി പിൻബലത്തിലാണ്. അതായത് എൻ്റെ പിന്തുണ മേടിച്ച് താങ്കൾ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്നു, എന്നിട്ട് പറയുന്നതാണ് ഞാനും നമ്മൾ ഒരുമിച്ച് നിൽക്കുന്ന പാർട്ടിയുമായിട്ട് കൂട്ടുകെട്ടിലാണ്. എന്നിട്ട് അവരോട് ചോദിക്കുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ പിണറായി വിജയൻ ഒന്നും അറസ്റ്റ് ചെയ്യാത്തത്. അപ്പൊ ഇതുപോലെ ഇപ്പൊ DMK ഇപ്പൊ തെറ്റിപ്പിരിഞ്ഞ് നിൽക്കുകയാണ്. കാരണം എന്താ, DMK-യോട് ഒന്ന് പറഞ്ഞിട്ട് അപ്പുറത്തേക്ക് പോയാൽ കുഴപ്പമില്ല, ഇത് പറയാതെ കിട്ടിയ സ്ഥാനത്തിന് അപ്പം തന്നെ ചാടി മറുകണ്ഠം ചാടി രണ്ട് മന്ത്രിമാരെ മേടിച്ച് കോൺഗ്രസ് അവിടെ സെറ്റിലായി. അതേസമയം CPM-ഉം പിന്തുണ കൊടുത്തു, പക്ഷെ അവർ പുറത്തുനിന്ന് പിന്തുണ കൊടുക്കാൻ തീരുമാനിക്കുകയും ഒരു മന്ത്രിസ്ഥാനം വരും വിജയിയുടെ മന്ത്രിസഭയിൽ വേണ്ടെന്ന് തീരുമാനിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ DMK-നോട് സംസാരിച്ച് കൺവിൻസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇത്തരത്തിലൊരു കമ്മ്യൂണിക്കേഷൻ പലപ്പോഴും ഈ നേതാക്കളായിട്ട് പോലും കൃത്യമല്ല എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ പിന്നെ മോദിയെ പോലൊരാളെ അടിച്ചു വീഴ്ത്തണമെങ്കിൽ അത്രത്തോളം ബേസ് ഉള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രതിപക്ഷ നേതാവ് വേണം. അങ്ങനെ ഒരു നേതാവാണ് ഇദ്ദേഹം എന്ന് നമ്മൾക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല, ശ്രമിച്ചിട്ടുമില്ല. അല്ല, അദ്ദേഹത്തിന് അതിന്റെ ആവശ്യമൊന്നുമില്ല. അദ്ദേഹം ഇതൊരു ശരിക്കും പറഞ്ഞാൽ വളരെ ഒരു 24 hour ഡെഡിക്കേഷൻ വേണ്ട ഒരു ജോലിയാണ് ഒരു രാഷ്ട്രീയക്കാരൻ എന്ന് പറയുന്നത്. അദ്ദേഹം ഒരിക്കലും അത് ചെയ്തതായിട്ട് നമുക്ക് തോന്നുന്നില്ല. അദ്ദേഹം ശരിക്കും ഇവിടെ ജനിക്കേണ്ട ഒരാളല്ല, അദ്ദേഹം വിദേശത്ത് എവിടെയെങ്കിലും ജനിക്കേണ്ട ഒരാളായിട്ട് എനിക്ക് തോന്നുന്നു. അല്ല, അങ്ങനെ നമ്മൾ പറയുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് വിദേശത്ത് എവിടെയെങ്കിലും ജനിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഒരു ഓസ്ട്രേലിയയിലെ മന്ത്രിയോ പ്രധാനമന്ത്രിയോ ഒക്കെ ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇപ്പൊ നെതർലാൻഡ്സിലൊക്കെ ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇപ്പൊ മറ്റെവിടെയെങ്കിലും രാജ്യങ്ങളിലാണെങ്കിൽ പല രാജ്യങ്ങളിലും അതൊരു വളരെ ഹെൽത്തി അഫെയർ ആണ്. എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം നിങ്ങൾ പ്രതിപക്ഷത്തെ എതിർക്കുകയോ ഭരണപക്ഷത്തെ എതിർക്കുകയും ചെയ്യുന്നില്ല. വൈകുന്നേരങ്ങളിൽ വന്ന് അദ്ദേഹം സൂപ്പർ മാർക്കറ്റിൽ വന്ന് ഫുഡ് മേടിച്ചിട്ട് പോയി വീട്ടിൽ ചെല്ലുകയൊക്കെ ചെയ്യുന്ന സ്പേസ് കിട്ടും. നമ്മളിവിടെ അങ്ങനെയില്ല. ഒരു പൊളിറ്റീഷ്യൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അവനെ കാണാൻ വേണ്ടിയിട്ട് രാവിലെ 50 പേരുണ്ടാവും, ഒരു MLA ആണെങ്കിൽ പോലും. വൈകുന്നേരവും അതുപോലെ അവൻ രാത്രി 12 മണിയാകുമ്പോൾ വീട്ടിൽ വന്ന് കിടക്കുമ്പോൾ അതിനിടയിലൂടെയാണ് ഈ രാഹുലും മാങ്കൂട്ടമൊക്കെ ഈ പണിക്കൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അതാണ് നമുക്ക് അത്ഭുതം. അപ്പോൾ അത്തരത്തിൽ വലിയ തിരക്കുള്ള ആളുകളാണ്. അപ്പോൾ അത്തരം തിരക്കുള്ള ആളുകൾ എപ്പോഴും ഡിമാൻഡ് ചെയ്യുന്ന മരിച്ചാൽ വരണമെന്നൊക്കെ വിചാരിക്കുന്ന, നേരത്തെ അതുണ്ടായില്ല, ഇപ്പോൾ മരിച്ചാൽ വരണം, ഇപ്പോൾ പിറന്നാളിലും വരണം എന്നുള്ള ആൾക്കാരുടെ ആളുകൾ കാണുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു 24 hour വർക്ക് ചെയ്യേണ്ട ഒരു സംവിധാനമാണ്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് ആ പ്രശ്നങ്ങളില്ല. പക്ഷെ എങ്കിൽ പോലും രാഹുൽ ഗാന്ധി അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമറായിട്ട് പലപ്പോഴും തോന്നുന്നില്ല. ഇപ്പം തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ നീറ്റിൻ്റെ പരീക്ഷാ പേപ്പർ ചോണു പുള്ളി എക്സി കിടന്ന് പോസ്റ്റ് ഇട്ടിട്ട് അവിടെ ഇരിക്കുകയാണ്. എവിടെ ഇവർ സമരം ചെയ്ത്? ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് പറഞ്ഞ് ഇവർ സമരം ചെയ്യേണ്ടതല്ലേ? CBSE-യിലെ 10-20 അല്ലെ 17 ലക്ഷത്തോളം കുട്ടികളുടെ പരീക്ഷ താറുമാറാക്കി എന്ന് പറഞ്ഞാൽ മൊത്തം ഒരു 50 ലക്ഷം കുട്ടികളെ ബാധിക്കുന്ന കാര്യത്തിന് എവിടെയാണ് പ്രതിപക്ഷമുള്ളത്? എവിടെയാണ് പ്രതിപക്ഷമുള്ളത്? പിന്നെ പ്രതിപക്ഷം ഇപ്പം മമതാ ബാനർജി അവരോടൊപ്പം ചെന്നിട്ടുണ്ട്. അതിൽ കാര്യമൊന്നുമില്ല, കാരണം മമതാ ബാനർജിക്ക് ഇപ്പോൾ നിൽക്കാൻ വരെ വഴിയില്ലാത്തതുകൊണ്ട് ചെന്ന് കൂടിയിരിക്കണാണ്. പക്ഷേ കരുത്തുണ്ടായപ്പോൾ മമതാ ബാനർജി കൂടെ ഉണ്ടായില്ല, നിതീഷ് കുമാർ കൂടെ ഉണ്ടായില്ല. DMK അവർ പിണക്കി. എത്ര സീറ്റ് ഉണ്ടെന്ന് അറിയാം DMKക്ക്? വലിയ നമ്പർ ഓഫ് സീറ്റാണ്, 20-22 സീറ്റാണുള്ളത്. അപ്പോൾ ആ സീറ്റിൽ ഇപ്പം യഥാർത്ഥത്തിൽ ഇപ്പം ഇതുകൊണ്ടെന്ന് സംഭവിക്കണം, മോദി ഇപ്പം ഏതാണ്ട് 17 സീറ്റുകൾക്ക് താഴെ മാത്രമേ ഇനി വേണ്ടൂ 3-2 ഭൂരിപക്ഷത്തിന് രാജ്യസഭയിൽ. 3-2 ഭൂരിപക്ഷത്തിന്. 3-2 ഭൂരിപക്ഷത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത എന്നറിയാലോ? കാരണം ഭരണഘടന മറ്റേ ഇത് മാറ്റാം. ഇപ്പം ഈ വുമൻസ് റിസർവേഷൻ ബില്ലും അതുപോലെ തന്നെ ഡീലിമിറ്റേഷൻ ബില്ലും ഒക്കെ അവതരിക്കണമെങ്കിൽ 3-2 ഭൂരിപക്ഷം വേണം. ഇപ്പൊ 3-2 ഭൂരിപക്ഷത്തിന് ഇപ്പൊ ഒരു ഡിഫെക്ഷൻ മറ്റേ ബംഗാളിലുണ്ടായി, അതും കൂടി ചേർക്കുമ്പോൾ വലിയ 300-313 സീറ്റുകളിലേക്ക് അവരെത്തും. അപ്പൊ പിന്നൊരു DMK-നെ കൂടി ചേർക്കാൻ പറ്റിയാൽ പിന്നെയും വേണം ഒരു 10-15-20 സീറ്റുകൾ. അതിലേക്കുള്ള പരിശ്രമത്തിലാണ് BJP. അപ്പൊ അതിനെയൊക്കെ തടയാൻ കഴിയുന്ന സ്ട്രാറ്റജികളും തന്ത്രങ്ങളും ഒക്കെ അദ്ദേഹത്തിന് ഉപദേശിച്ചു കൊടുക്കുന്നവർ പോലും ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ അതിനുവേണ്ടി അദ്ദേഹം കണ്ടിന്യൂസ് ആയി കൺസിസ്റ്റന്റ് ആയി വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ നമുക്ക് സംശയമുണ്ട്. അങ്ങനെ നിരാശയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ രാമചന്ദ്രൻ ഗുഹ പോലും ഏറ്റവും ഒടുവിൽ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം നല്ല മനുഷ്യയൊക്കെ തന്നെയാണ്, നല്ലയാളാണ്, വളരെ നന്നായി സംസാരിക്കുന്ന ഒരാളാണ്, എൻ്റെ കത്തിടപാടുകളിൽ നന്നായി പ്രതികരിക്കുന്ന ഒരാളാണ്. ബട്ട് സ്റ്റിൽ മോദിയുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് വളരെ ഷൂഡായിട്ടുള്ള, വളരെ തന്ത്രപരമായിട്ടുള്ള, ഓരോ മിനിറ്റ് ബൈ മിനിറ്റ് പൊളിറ്റിക്സിൽ രാഷ്ട്രീയമായി നിൽക്കുന്ന
ഒരാളെ വേണം. അതല്ല രാഹുൽ ഗാന്ധി. അതുകൊണ്ട് 2029 വലിയ അത്ഭുതങ്ങളൊന്നും പ്രതീക്ഷിക്കാനില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.